2026 ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ ഇന്ത്യൻ പാസ്പോർട്ടിന് ശ്രദ്ധേയമായ മുന്നേറ്റം. എന്നാൽ റാങ്കിങ്ങിൽ മെച്ചപ്പെട്ടപ്പോഴും ഇന്ത്യക്കാർക്ക് വിസയില്ലാതെ യാത്ര ചെയ്യാവുന്ന രാജ്യങ്ങളുടെ എണ്ണത്തിൽ ചെറിയ കുറവുണ്ടായിട്ടുണ്ട്. ഈ മാസത്തെ കണക്ക് പ്രകാരം 75-ാം റാങ്കാണ് ഇന്ത്യൻ പാസ്പോർട്ടിന്. ജനുവരിയിൽ 80-ാം റാങ്ക് ആയിരുന്നുവെങ്കിലും 2025-ലെ സ്ഥാനം 85 ആയിരുന്നു. ഒറ്റ വർഷത്തിനുള്ളിൽ 10 റാങ്ക് മുന്നിലെത്തി. 2006-ൽ ഇന്ത്യൻ പാസ്പോർട്ടിന്റെ റാങ്ക് 71 ആയിരുന്നു. ഇതാണ് ഇന്ത്യൻ പാസ്പോർട്ടിന് ഏറ്റവും കരുത്ത് രേഖപ്പെടുത്തിയ വർഷം. ഈ വർഷം റാങ്ക് മെച്ചപ്പെട്ടത് ഇന്ത്യ പഴയ പ്രതാപം തിരിച്ചുപിടിക്കുന്നു എന്ന സൂചനയാണ്. പാസ്പോർട്ട് റാങ്ക് മെച്ചപ്പെടുത്തുന്നത് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും ടൂറിസ്റ്റുകൾക്കും ഗുണപരമാണ്. അതിവേഗമുള്ള യാത്ര സാധ്യമാകും. കൂടാതെ അപേക്ഷ സമർപ്പിച്ച് ഏറെ നാൾ കാത്തിരിക്കേണ്ട സാഹചര്യം ഒഴിവാകുകയും ചെയ്യും. എന്നാൽ ഇന്ത്യയുടെ റാങ്ക് ഉയർന്നുവെങ്കിലും മുൻകൂട്ടി വിസ എടുക്കാതെ യാത്ര ചെയ്യാവുന്ന രാജ്യങ്ങളുടെ എണ്ണത്തിൽ കുറവുണ്ടായി എന്നതാണ് ഇതിലെ വൈരുദ്ധ്യം. 2025-ൽ 57 രാജ്യങ്ങളിൽ ഇന്ത്യക്കാർക്ക് മുൻകൂട്ടി വിസ ഇല്ലാതെ പ്രവേശിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഈ വർഷം ജനുവരിയിൽ 55ആയി കുറഞ്ഞു. ഇറാനും ബൊളീവിയയും ആണ് ഫ്രീ വിസ സൗകര്യം എടുത്തുകളഞ്ഞത്. അതേസമയം ഫെബ്രുവരിയിൽ ഗാംബിയ വിസരഹിത പ്രവേശനം അനുവദിച്ചതോടെ നമ്പർ 56 ആയി. തൊഴിൽ വാഗ്ദാനം നൽകി ഇറാനിലെത്തിച്ച് തട്ടിപ്പ് നടക്കുന്ന കേസുകൾ വർദ്ധിച്ചതിനെ തുടർന്നാണ് ഇറാൻ വിസരഹിത സൗകര്യം റദ്ദാക്കിയത്. ബൊളീവിയ അവരുടെ വിസ നയം മാറ്റുകയും ഇന്ത്യക്കാർക്കായി ഈ വിസ നിർബന്ധമാക്കുകയും ചെയ്തു. യാത്രയ്ക്ക് മുൻപ് അനുമതി വാങ്ങേണ്ടി വരുന്നതിനാൽ ഇത് ഹെൻലി ഇൻഡെക്സിന്റെ വിസരഹിത വിഭാഗത്തിൽ നിന്ന് പുറത്തായി. ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് എന്നത് ഒരു താരതമ്യ പഠനമാണ്. വിസരഹിത യാത്ര ചെയ്യാവുന്ന രാജ്യങ്ങളുടെ എണ്ണത്തിൽ കുറവുണ്ടായെങ്കിലും മറ്റ് പല രാജ്യങ്ങളുടെയും വിസ നയങ്ങളിൽ ഇതിലും വലിയ മാറ്റങ്ങൾ സംഭവിക്കുകയും അവരുടെ സ്കോർ താഴുകയും ചെയ്തു. നിലവിൽ നൈജർ, അൾജീരിയ എന്നീ രാജ്യങ്ങൾക്കൊപ്പമാണ് ഇന്ത്യ സ്ഥാനം പങ്കിടുന്നത്. സിംഗപ്പൂർ ആണ് ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുള്ള രാജ്യം. 192 രാജ്യങ്ങളിലേക്ക് വിസരഹിത പ്രവേശനം സാധ്യമാണ്. ലോകത്തെ ശക്തമായ പാസ്പോർട്ടിൽ ആദ്യ 3-ൽ ഇടം നേടിയിരിക്കുന്നത് UAE-യുടെ പാസ്പോർട്ടാണ്. എത്ര രാജ്യങ്ങൾ വിസരഹിത യാത്രയ്ക്ക് അനുമതി നൽകി, വിദേശ ടൂറിസ്റ്റുകളുടെ അഭിപ്രായം, അയാട്ടയിൽ നിന്നുള്ള ഡാറ്റകൾ എന്നിവയെല്ലാം പരിശോധിച്ച് ഓരോ വർഷവും ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് തയ്യാറാക്കാറുണ്ട്. ആഴ്ചകൾക്ക് മുൻപ് ഇൻഡെക്സിലെ വിവരങ്ങൾ പ്രചരിച്ചിരുന്നുവെങ്കിലും ഇപ്പോഴാണ് സമ്പൂർണമായ വിവരം പുറത്തു വന്നിട്ടുള്ളത്. 2-ാം സ്ഥാനത്തുള്ള ജപ്പാനും ദക്ഷിണ കൊറിയയ്ക്കും 187 രാജ്യങ്ങളിലേക്ക് വിസയില്ലാതെ യാത്ര ചെയ്യാൻ സാധിക്കും. 3-ാം സ്ഥാനത്ത് UAE-യും സ്വീഡനുമാണ്. 186 രാജ്യങ്ങളിലേക്ക് ഇവർക്ക് വിസ ആവശ്യമില്ല. 4-ാം സ്ഥാനത്ത് 5 യൂറോപ്യൻ രാജ്യങ്ങളാണുള്ളത്. ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, സ്പെയിൻ, സ്വിറ്റ്സർലാൻഡ് ഇവരുടെ പാസ്പോർട്ട് ഉള്ളവർക്ക് 185 രാജ്യങ്ങളിലേക്ക് വിസ ആവശ്യമില്ല. ഓസ്ട്രിയ, ഗ്രീസ്, മാൾട്ട, പോർച്ചുഗൽ എന്നീ രാജ്യങ്ങളാണ് 5-ാം സ്ഥാനത്ത്. 184 രാജ്യങ്ങളിലേക്ക് ഇവർക്ക് വിസ വേണ്ട. ഓസ്ട്രിയ, ബ്രിട്ടൻ, കാനഡ, ന്യൂസിലാൻഡ് എന്നീ രാജ്യങ്ങൾ ആദ്യ 10 റാങ്കുകളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് 2026-ൽ എടുത്തു പറയേണ്ട കാര്യം ഇന്ത്യയുടെ മുന്നേറ്റമാണ്. അയൽ രാജ്യങ്ങളെക്കാൾ വളരെ മുന്നിലാണ് ഇന്ത്യ. റാങ്കിൽ ഏറ്റവും താഴെയാണ് അഫ്ഗാനിസ്ഥാൻ. അടുത്ത കാലത്ത് വിദേശികളെ ആകർഷിക്കാൻ പുതിയ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അഫ്ഗാൻ. അതേസമയം പരമ്പരാഗതമായി ശക്തരായിരുന്ന പാശ്ചാത്യ രാജ്യങ്ങളുടെ സ്വാധീനം ദുർബലമായിട്ടുണ്ട്. ഏകദേശം 200 രാജ്യങ്ങളിൽ നിന്നുള്ള പാസ്പോർട്ടുകളിൽ അമേരിക്കയും UK-യും പോലുള്ള പരമ്പരാഗത മുൻനിര രാജ്യങ്ങൾ റാങ്കിങ്ങിൽ പിന്നോക്കം പോയി. നിലവിൽ അമേരിക്ക 10-ാം സ്ഥാനത്താണ്. അമേരിക്കൻ പാസ്പോർട്ട് ഉടമകൾക്ക് എളുപ്പത്തിൽ പ്രവേശനം അനുവദിക്കുന്ന ലക്ഷ്യസ്ഥാനങ്ങളുടെ എണ്ണം 37 രാജ്യങ്ങൾക്ക് പിന്നിലാണ്. രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളും മറ്റ് രാജ്യങ്ങൾക്കിടയിലുള്ള അവരുടെ ബന്ധങ്ങളും സ്വാധീനവുമാണ് ഈ ഇടിവിന് പ്രധാന കാരണമെന്ന് CEO ഡോക്ടർ ജുർക്ക് സ്റ്റീഫൻ പറഞ്ഞു. ഹെൻലി പാസ്പോർട്ട് സൂചിക 2025-ലെ മികച്ച 10 രാജ്യങ്ങളിൽ നിന്ന് US പുറത്താക്കുന്നതിന്റെ വക്കിലാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.